ഗൈസ് വെൽക്കം ബാക്ക്. ഓണെല്ലാം കഴിഞ്ഞ് സ്കൂളെല്ലാം തുറന്ന് ഞാൻ ഓണത്തിന് വീഡിയോ ഇടുന്ന വെച്ച് നിന്നെയാണ്. പക്ഷെ വീട്ടിലാണെങ്കിൽ മൊത്തം ആൾക്കാർ. പിന്നെ ഞാനെന്ത് ചെയ്യാം? അപ്പൊ എല്ലാവരും ഓണെല്ലാം എങ്ങനെ ഉണ്ടായി എന്നോട് ചോദിക്കണ്ട. എന്റെ ഓണം എങ്ങനെയാന്ന് വെച്ചാൽ പായസം കുടിക്കും ഉറങ്ങും, കുറച്ച് കഴിയുമ്പോൾ ഫോൺ നോക്കും, പായസം കുടിക്കും ഉറങ്ങും, കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഫോൺ നോക്കും. ഇത് റിപ്പീറ്റ് അങ്ങനെയാണ് ഈ 4-5 ദിവസം കഴിച്ചു കൂട്ടിയത്. ഓണം കഴിയുമ്പോൾ ഞാൻ ഓർത്തത് എനിക്കൊരു ചാനലുണ്ട്, ആ ചാനലിൽ വീഡിയോ ഇടണം. ഇൻസ്റ്റ തുറന്നിട്ട് മൊത്തം കണ്ടന്റ്. ബിഗ് ബോസിൽ രേണു സുധി പുറത്തായി, സുന ഫാത്തിമ ബിഗ് ബോസിൽ കിടന്ന് അപരാധം കാണിക്കുന്നു, അനുമോള ഷെഡ്ഡി ഉണക്കാനിട്ടിട്ട് ഉണങ്ങിയിട്ടില്ല. അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ബിഗ് ബോസിൽ നടക്കുന്നത്. അതിന്റെ ഇടയിൽ അനുമോളാണെങ്കിൽ ആരെല്ലോ കളിച്ചെന്ന് ഗോൾ അടിച്ചെന്ന് അങ്ങനെ എന്തെല്ലോ പറഞ്ഞു കൂട്ടി. എന്റെ കിറ്റ് എടുത്തോ ഞാൻ ചോദിച്ചത്. എന്റെ കിറ്റ് എടുത്താ ശരിക്കും ഒരു തേങ്ങയും നടന്നിട്ടില്ല ഗൈസ്. അനുമോള് കണ്ടത് ഇത്ര മാത്രാണ്. ഒരു പ്രായപൂർത്തിയായ പെണ്ണും ആണും കൂടി ഒന്നിച്ച് കടന്നുറങ്ങും. വൈദവൈ കളിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ഗോൾ അടിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മളതൊന്നും കണ്ടിട്ടില്ല, അതുകൊണ്ട് നമ്മളൊന്നും പറയാൻ ആളല്ല. അനുമോളാണെങ്കിൽ ഈ കണ്ട സാധനമാണെങ്കിൽ വലിച്ചു നീട്ടി വലിയ സംഭവമാക്കി പറഞ്ഞു. ഇവർ രണ്ടാളാടെ കിടക്കുന്നത് മാത്രമാണ് കണ്ടത്. കാണാത്ത സാധനം നമ്മൾ പറയാൻ പാടില്ല. അനുമോളാകെ ഇത്ര മാത്രമാണ് കണ്ടത്. എന്നിട്ട് എല്ലാവരോടും പോയി പറഞ്ഞു ഇവർ കിസ് അടിച്ച് അതാക്കി മറ്റേതാക്കി മറിച്ചതാക്കി. അങ്ങനെയാണ് അനുമോൾ എല്ലാവരുടെ പറഞ്ഞത്. ഓഹോ അങ്ങനെയോ. കളിച്ചു ഗോളടിച്ചു എന്നും പറഞ്ഞ അനുമോള് പറഞ്ഞപ്പോ ഈ പോങ്ങനെന്തിനാണ് ഇങ്ങനെ കടന്ന് മൂങ്ങുന്നത്? പപ്പേനെ കണ്ടെന്നാ നിനക്കെന്താ 5 വയസ്സാ? പിന്നെ എന്തിനാണ് കുണുവാവ് ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അംഗനവാടിയിൽ പിള്ളേരെ ടീച്ചറെടുത്ത് കുറ്റം പറയുന്ന പോലെയാണ് ഇത് കാണുമ്പോൾ തോന്നുന്നത്. അവിടെ വയസ്സിന്റെ മെച്യൂരിറ്റി കാണിക്കണം. ആരോ എന്തോ പറഞ്ഞെന്നും പറഞ്ഞു ക്യാമറേന്റെ മുന്നിൽ കിടന്ന് മൂങ്ങുന്നു. എന്നിട്ട് ലാസ്റ്റ് അവൻ പറഞ്ഞു കേട്ടോ അവന് ഡാഡിനെ കണ്ടെന്നാ പപ്പേനെ കണ്ടെന്നാ അങ്ങനെ എന്തോ പറഞ്ഞു. ഇതെല്ലാം കണ്ടിട്ട് എന്താന്ന് പറയേണ്ടത്? ഈ പാലോടി മാറാത്ത പോങ്ങനെയാണ് ഇവർ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. ഞായറാഴ്ച ലാലാട്ടം വന്നുകൊണ്ട് അനുമോളെ കൂട്ടായ്പ എല്ലാം പൊളിച്ചു കൊടുക്കി. എന്തൊക്കെ കാണിക്കുന്നത്? ഷോ അല്ലേ, ഞങ്ങളുടെ റെപ്യൂട്ടേഷൻ അല്ലേ? നിങ്ങൾ എന്തിനാ വന്നിരിക്കുന്നത് ഇവിടെ? എന്തിനാന്ന് ഇങ്ങനെ ഊക്ക് വാങ്ങിക്കൂട്ടാൻ വേണ്ടി ആക്കുന്നത്? കണ്ട കാര്യം പറഞ്ഞാൽ പോരെ. ഒന്നും കണ്ടിട്ടില്ല. ഇവർ രണ്ടാളാടെ കിടക്കുന്നത് മാത്രമാണ് കണ്ടത്. പക്ഷെ ചിലപ്പോൾ ഗോൾ അടിച്ചിട്ടുണ്ടാവും, അത് വേറെ കാര്യം. പക്ഷെ നമ്മളതൊന്നും കണ്ടിട്ടില്ലല്ലോ പറയാൻ വേണ്ടി. ഒന്നും കാണാണ്ട് എന്തിനാണ് ഇങ്ങനെ വെറുതെ സദാചാര പോലീസ് ആവുന്നത്? എല്ലാവരും കൈയടിക്ക്. ഇത് ആക്ടിങ്. ഇൻസ്റ്റാഗ്രാമിൽ നല്ല മാസ് ബീജമേലോട്ട് എഡിറ്റെല്ലാം ഇറങ്ങി വരുന്നാന്ന് ചേച്ചി വിചാരിച്ചത്. പക്ഷെ സാധനം ചളിയായി പോയി. ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്ന പോലെ ബിഗ് ബോസിൽ വന്നിങ്ങനെ അഭിനയിക്കല്ല, കുറച്ച് നാച്ചുറൽ ആക്ക്. ഇതെന്താന്നത്? ചക്ക വീണ് ഉടയുന്നതാ. എന്തോ വലിയ മാസ് ബീജമിൽ എഡിറ്റ് വരുന്നും പറഞ്ഞ് പണിയ സംഭവം ഇത്. ഇങ്ങനെയാണ് നമ്മളൊരാളെ അറ്റൻഷൻ പിടിച്ചു പറ്റല്. ഇത് കണ്ടിട്ട് പ്ലാവുമെന്ന് പകുത്ത ചക്ക വീണ് അടിഞ്ഞ പോലെയാണ്. ചത്തി കൊണ്ടുപോടായിനാ. ബൈ ദ വേ അനുമോളെ വീട്ടിൽ നിന്ന് അതാണ് പഠിപ്പിച്ചു കൊടുത്തത്. സദാചാര പോലീസ് കളിക്കാനും കരഞ്ഞു മെഴുകാനും അതാണ് അനുമോളെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു കൊടുത്തത്. പക്ഷെ നിന്റെ വീട്ടിൽ നിന്ന് എന്താന്ന് പഠിപ്പിച്ചു തന്നത്? എല്ലാവർക്കും പൊതുവായിട്ട് ഉണ്ടാക്കുന്ന ഫുഡിൽ സ്പൂൺ അണ്ണാക്ക് വരെ ഊമ്പി നക്കിയും കൊണ്ട് അതിൻ്റെ അകത്ത് വീണ്ടും ഇട്ടളക്കാം. ഇതാണോ നിന്റെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു തന്നത്? ഏതോ ചൈന ലാംഗ്വേജിൽ വയസ്സിന് മൂത്തവരെ ചീത്ത വിളിക്കാം. ഇതാണോ നിന്റെ വീട്ടുകാർ പഠിപ്പിച്ചു തന്നത്? അനുമോളെ അതാന്ന് പഠിപ്പിച്ചെന്നെങ്കിൽ ഇതാണോ നിനക്ക് പഠിപ്പിച്ചത്? നീ എന്താന്ന് കാണിക്കുന്നത്? അപ്പോ പറയുമ്പോ ഒരു ലോജിക്കില്ലേ? നീ നിന്റെ സൈഡിൽ നിന്നൊന്ന് ചിന്തിച്ചു നോക്ക്. ഇവള് കാണിക്കുന്നത് ലോകമണ്ടത്തരാണ്. പൊതുവായിട്ട് ഉണ്ടാകുന്ന ഫുഡിലാണ് ഇവൾ അണ്ണാക്ക് വരെ സ്പൂൺ ഇട്ട് ഇളക്കിയും കൊണ്ട് ആ സ്പൂണ് വീണ്ടും അതിന്റെ അകത്തിട്ട് ഇളക്കുന്നത്. പക്ഷെ അത് മറ്റുള്ളവർ ചെയ്താൽ ഇവള് പറയും നിനക്കതാണല്ലേ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചത് എന്ന് ഇവള് പറയും. എന്ത് കണ്ടിട്ടാണ് അസൂയപ്പെടേണ്ടത്? ഏത് നേരം നാട്ടുകാർ ആലുവിന്റെ അണ്ടി എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ആ ചെറിയ ചെക്കനെ കണ്ടിട്ടാണോ നീ ഇത്ര വലിയ ആള് കളിക്കുന്നത്? അതിന് നിന്റെ ബോയ് ഫ്രണ്ട് ആരാന്ന് ഷാറൂഖ് ഖാനാ പറ്റാന്ന്? ഏത് നേരം ആ ചെക്കൻ ആലുവിന്റെ അണ്ടി എന്ന് പറഞ്ഞ് ഊക്ക് വാങ്ങി കൂട്ടിയെന്ന്. നിന്റെ ബോയ് ഫ്രണ്ടിനെ ഷെയർ ചെയ്യാൻ വേണ്ടി നിന്റെ ബോയ് ഫ്രണ്ട് ഫുഡാ പറ്റാന്ന്? ഇവള് ചെയ്യുന്നതെല്ലാം പെർഫെക്റ്റ് ആണ്. പക്ഷെ മറ്റുള്ളവരത് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടുകാർ പഠിപ്പിച്ചു കൊടുത്ത പൊട്ടത്തരങ്ങള്. എന്നാ പിന്നെ റനാസുന അത്രയും തറയായിട്ടുള്ള കുടുംബത്തിൽ നിന്ന് വന്നതാണ് റനാസുന. അല്ലെങ്കിൽ ഇങ്ങനത്തെ പരിപാടി കാണിക്കോ? അണ്ണാക്ക് വരെ സ്പൂൺ ഇട്ട് ഇളക്കിയും കൊണ്ട് അത് വീണ്ടും ഫുഡിലിട്ട് ഇളക്കുന്നു. ഇത് വന്നാൽ പിന്നെ റനാസുനെ വീട്ടുകാർ പഠിപ്പിച്ചു കൊടുത്ത സാധനങ്ങളായിരിക്കും. അതിന്റെ ഇടയിൽ അനുമോളെ ഏതോ ഒരു ചൈന ലാംഗ്വേജിൽ തെറി വിളിക്കാം. ഞാൻ കുറെ ഇതിനെ കുറിച്ച് നോക്കി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ചൈനയിലെ ഏതോ വലിയ തെറിയാന്ന്. ഗൈസ് നീ ചെയ്യുന്നത് മൊത്തം സ്വന്തം പഠിച്ചത്. മറ്റുള്ളവരെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് വീട്ടുകാർ പഠിപ്പിച്ചു കൊടുത്തത്. അംഗനവാടി പഠിക്കണ സാധനം അല്ലാതെ ബിഗ് ബോസിൽ വന്നിട്ട് കൊണോണോണോണാക്കുന്നത്. ഇതിനെ കൊണ്ട് ഈ സാധനം തുറക്കാൻ പറ്റുന്നില്ല. ഏത് നേരം ചീവടിന്റെ ഒച്ച ഉണ്ടായിക്കൊണ്ട് നടക്കും. ഇതിന്റെ ഇടയിൽ റെനന്റെ ഉമ്മയാണെങ്കിൽ ചാനലിൽ വന്ന് പറഞ്ഞ് എന്റെ മോളെ ഗെയിം അത്ര മോശമൊന്നും അല്ലാട്ടോ, എന്റെ മോള് ഗെയിം കളിക്കാനാണ് അവിടെ പോയത്, ആരും എന്റെ മോളെ ചീവീടെന്നും പറഞ്ഞ് കുറ്റം പറയല്ലേട്ടോ. അങ്ങനെ നമ്മളെ റെനന്റെ അമ്മ വന്ന് ചാനലിൽ ഒരു വീഡിയോ ഇട്ടു. അങ്ങനെ എയറിലുണ്ടായ റെന ബഹിരാകാശത്തെത്തി.
I don't want to share my boyfriend to you guys. നിന്റെ ബോയ് ഫ്രണ്ടിനെ കണ്ട പെണ്ണുങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി നിന്റെ ബോയ് ഫ്രണ്ട് ജോണി സിൻസാമറ്റാണ്. എടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിയിലെ ആൾക്കാരെ എടുക്കും. ഇതുവരെ കണ്ടതിൽ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് ആണ് ഈ സീസൺ. ഓരോ ആൾക്കാരും പറയുന്നത് തെച്ചു അച്ച് പൊട്ടത്തരാണ്. അനുമോളാണ് ഇപ്പൊ ബിഗ് ബോസിന് കുറെ കണ്ടന്റ് ഉണ്ടായി കൊടുക്കുന്നത്. വെറുതെ ആണെങ്കിൽ ഒറ്റക്ക് പോയിരിക്കും, എനിക്ക് കരഞ്ഞു മെഴുകും. അങ്ങനെ ബിഗ് ബോസിന് കണ്ടന്റ് ഉണ്ടായി കൊടുക്കും. അനുമോക്ക് ബിഗ് ബോസിന് റീച്ച് ഉണ്ടായി കൊടുക്കാൻ വേണ്ടി സദാചാര പണിയും. വെറുതെ അവരവിടെ കിടക്കുന്നതേ കണ്ടിട്ടില്ല. പക്ഷെ അനുമോള് പറഞ്ഞുണ്ടാക്കിയത് അവർ കിസ് അടിച്ച് അവർ മറ്റേതാക്കി മറിച്ചതാക്കി അങ്ങനെയാണ് പറഞ്ഞുണ്ടാക്കിയത്. ഏറ്റവും വലിയ ശല്യായ രേണുസുതി ബിഗ് ബോസിന് പോയി. ആ പോയ ദിവസത്തെ നാടകം തോന്നി ഇങ്ങനെ കളിച്ചത്. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ് ബോധം തെളിയുമ്പോ ഞാൻ അബോധാവസ്ഥയിൽ കിടക്കായിരുന്നു. അത് ശരിയാണ്, ഭക്ഷണത്തിനെ കുറിച്ച് നമ്മൾ പറയുന്നത് ഭയങ്കര ഹ്യൂമാനിറ്റി ഇല്ലാത്ത കാര്യമാണ്. അത് നമ്മൾ അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. ഇങ്ങനെ കൊണയടിക്കുന്നതും ഒരു ഹ്യൂമാനിറ്റി ഇല്ലാത്ത കാര്യമാണ്. ബൈ ദ വൈ എന്താണ് ഈ ഹ്യൂമാനിറ്റി? എന്തായാലും അയാൾ അങ്ങനെ പറയാൻ പാടില്ല. ഭക്ഷണത്തിനെ കുറിച്ച് അങ്ങനെ പറയുന്നത് ഹ്യൂമാനിറ്റി ഇല്ലാത്ത കാര്യമാണ്. മസ്താനി വന്ന ദിവസം തന്നെ മസ്താനി റനാസുനി വലിയ സ്നേഹപ്രകടനം കളിച്ചു. 1-2 മണിക്കൂർ കഴിയുമ്പോൾ അത് ആടിയിരുന്ന് അടി ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ ബോയ്സ് ഗേൾസിന്റെ ഇടയിൽ സ്കൂളിൽ കുറെ കാണുന്ന സംഭവം തന്നെ. കളി കണ്ട ഗൾഫിലെ കൊച്ചൻ വീട്ടിൽ വന്ന പോലെ ഉണ്ട്. കുറച്ചുമ്പോൾ അത് അപ്പുറം മാറിയിരുന്ന് അടി ഉണ്ടാക്കുന്നത്. അതിന്റെ ഇടയിൽ ഈ മസ്താനി തള്ളയാണെങ്കിൽ ഈ ബിഗ് ബോസിൽ വന്നുകൊണ്ട് പുറത്തിലെ എല്ലാ കാര്യങ്ങളും ഇവിടെ വളമ്പി വെച്ച് പുറത്തിലെ എല്ലാ സംഭവങ്ങളും ഇവിടെ പറഞ്ഞു. ബിഗ് ബോസിന്റെ ഒരു റൂളാണ്, ആരെങ്കിലും പുറത്തുനിന്ന് വരുന്നുണ്ടെങ്കിൽ പുറത്തിലെ കാര്യങ്ങളൊന്നും അകത്ത് പറയാൻ പാടില്ല. ഈ തളയാണെങ്കിൽ നേരെ വിപരീതം കാണിച്ചു വെച്ച് പുറത്തിലെ എല്ലാ സാധനങ്ങളും ഇവിടെ കൊണ്ടുവന്ന് വിളമ്പി വെച്ച്. കാര്യങ്ങൾ പാടില്ല എന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു? മസ്താനി വന്ന് അന്നോട്ട് വെറുപ്പിക്കാൻ തുടങ്ങിയതാണ്. എന്തൊരു വെറുപ്പിക്കൽ. ഇതിനെല്ലാം പ്രോഗ്രാം ചെയ്തത് ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി മാത്രമാണ്. പറ്റുന്ന പണി എടുത്താൽ പോരെ, എന്തിനാണ് ഇങ്ങോട്ടെല്ലാം കെട്ടിയെടുക്കുന്നത്? ബിഗ് ബോസിൽ ഇപ്പൊ ഏത് മുക്കലും മൂലയിലും കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് ഈ പെണ്ണുങ്ങളാണ്. ഗൈസ്, അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടല്ല ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹാപ്പി ഓണം പറയാൻ വൈകിപ്പോയി, എന്നാലും ഹാപ്പി ഓണം. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ലവ് യു ഓൾ.